നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ഇതിലൊരു ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂണോളം തേങ്ങയും 3 ടേബിൾ സ്പൂണോളം തൈരുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. ഇപ്പം മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെല്ലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കണം. അരപ്പൊഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. വറുത്തിടുന്നത് നമ്മൾ നെയ്യിലാണ്. നെയ്യിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകുമാണ് വാട്ടിയെടുക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രുചികരമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.